നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഏപ്രിൽ 5 ഞായർ, മീനം 22. ഉയർപ്പിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ഇന്ന് ഈസ്റ്റർ ആഘോഷം. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേർന്ന 24 ന്യൂസ് ബ്രേക്കിംഗ്സ് തുടങ്ങുന്നു. ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് തന്നെയാണ് ഇനി. പള്ളികളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് ദിന പ്രത്യേകങ്ങളും തിരുക്കർമ്മങ്ങളും നടന്നു. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സമാധാനമില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ സമാധാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ കഴിയണമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയും കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനും റിപ്പോർട്ടുമായി ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയിലേക്കാണ്. ജിബിൻ, ഇന്നലെ രാത്രി തന്നെ ധാരാളം പല പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ, ഈസ്റ്റർ ദിന പ്രത്യേക ശുശ്രൂഷകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും അതിൻ്റെ ബാക്കിയുണ്ട്. ഒപ്പം തന്നെ 50 ദിന നോമ്പിൻ്റെ ഒക്കെ തന്നെ അവസാനം കുറിക്കുകയാണ്. ഒരു ലോകം വലിയ പ്രതിസന്ധികളിലൂടെ, പശ്ചിമേഷ്യൻ യുദ്ധമടക്കം പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന സമയം ആളുകളൊന്നും ഒത്തൊരുമിച്ചല്ല എന്നുള്ളതൊരു തരത്തിൽ പോകുന്ന കാലഘട്ടത്തിൽ വലിയ സന്ദേശമാണ് ഈ ഈസ്റ്റർ ദിനത്തിന് നൽകാനുള്ളത്. ഗുഡ് മോർണിംഗ് അനിൽ ആൻഡ് സൂര്യ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ഉദ്ധാനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആശംസിക്കുന്നത്. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരണപ്പെട്ട യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഈസ്റ്റർ ആശംസിക്കുന്നത്. ഈസ്റ്ററിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും പ്രധാന ദേവാലയങ്ങളിലെല്ലാം തന്നെ പാതിരാ കുർബാനകളും അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളും നടന്നു. പ്രധാനമായി പാതിരാ കുർബാന നടന്നത് പാളയം ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലും അതുപോലെ തന്നെ പട്ടം മലങ്കര ദേവാലയത്തിലുമാണ്. ഈ 2 ദേവാലയങ്ങളിലും മലങ്കര ദേവാലയത്തിൽ കർദിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാവയാണ് സന്ദേശം നൽകിയത്. ഈ സമയത്താണ് ഓരോ വോട്ടും പാഴാക്കരുത്. കാരണം സഭയിൽ പ്രത്യേകിച്ച് FCRA ഓർമ്മിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. ഓരോ വോട്ടും ആരും പാഴാക്കരുത്, വിശ്വാസികളെല്ലാം തന്നെ വോട്ട് ചെയ്യണം, മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വോട്ട് വിശ്വാസികൾ രേഖപ്പെടുത്തണം. കാരണം പുതിയ നിയമങ്ങൾ വരുന്ന കാര്യം വിശ്വാസികളെല്ലാം അറിഞ്ഞുകാണുമല്ലോ. അതിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആശങ്കകളുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് പാഴാക്കാതെ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി കർദിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാവ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹം ലോക സമാധാനത്തെ കുറിച്ചുള്ള സന്ദേശം ഓർമ്മിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഈസ്റ്ററിനുമായി ബന്ധപ്പെട്ടുള്ള കുർബാനകളെല്ലാം തന്നെ പാതിരാ കുർബാനകൾ പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു LMS CSIയുടെ ആസ്ഥാനമായിട്ടുള്ള LMS കത്തീഡ്രൽ ചർച്ചിലും ഈസ്റ്റർ കുർബാനകൾ ഉണ്ടായിരുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേറ്റിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. സൂര്യ. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. മലബാറിലെ ഈസ്റ്റർ വിശേഷങ്ങളുമായി വർഷ ഗിരീഷാണ് ചേർന്നത്. വർഷ ഗിരീഷ്, പള്ളികളിലൊക്കെ തന്നെ ശുശ്രൂഷ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉയർപ്പിന്റെ പ്രത്യാശയോടെയൊക്കെ തന്നെ സന്ദേശങ്ങൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കേരളത്തിലും വിവിധ പള്ളികളിൽ, ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഇപ്പോഴും പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ തന്നെ നടത്തുകയാണ്. 50 ദിന നോൻപതിൻ്റെയൊക്കെ തന്നെ പരിസമാപ്തി കുറിച്ച് ഇനി ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ്. ഇന്ന് ആഘോഷ ദിനം കൂടിയാണ് ക്രൈസ്തവർക്ക്. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷുണ്ട്. വർഷ, വടക്കൻ മലബാറിലെ എങ്ങനെയാണ് അവിടെയുള്ള ഈസ്റ്റർ ദിനാഘോഷങ്ങൾ? പാതിരാ കുർബാനയൊക്കെ തന്നെ കഴിഞ്ഞ് ആളുകളൊക്കെ തന്നെ വീടുകളിലേക്ക് എത്തി. ഇന്ന് നല്ല ഭക്ഷണത്തിൻ്റെ നാടാണ് മലബാർ, ഇല്ലെങ്കിൽ വടക്കൻ കേരളത്തിലൊക്കെ തന്നെ നല്ല ഭക്ഷണവും ഈ ഈസ്റ്റർ ദിനാഘോഷങ്ങളൊക്കെ തന്നെ കൂടുതൽ കളറാക്കുന്ന കാര്യം കൂടിയാണ്. എന്താണ് അവിടുത്തെ ഈസ്റ്റർ ആഘോഷങ്ങൾ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് അനിൽ. എന്തായാലും മലബാറിലെങ്ങും ഈസ്റ്റർ വളരെ മനോഹരമായി സന്തോഷപൂർവ്വം തന്നെ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. യേശുദേവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഘോഷമാണ്, അല്ലെങ്കിൽ ഓർമ്മ ദിനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെല്ലാം വിവിധ പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നിരുന്നു. ഇവിടെ ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഈ പാതിരാ കുർബാനയ്ക്കും എഴുന്നേൽപ്പ് ശുശ്രൂഷയ്ക്കുമെല്ലാം നേതൃത്വം നൽകിയത്. എന്തായാലും ഈ കഠിന ദിവസങ്ങൾക്കൊടുവിൽ വിശ്വാസികൾ എന്തായാലും ഈസ്റ്റർ
ആഘോഷിക്കുകയാണ്. നമുക്കറിയാം 51 നോമ്പാചരണത്തിന്റെ അവസാന ദിവസമാണ്, പവിത്ര ദിവസമാണ്. വളരെ യാതനകൾക്കും കഠിന വേദനകൾക്കും ഒടുവിലുണ്ടായ ഒരു സന്തോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അത്രമാത്രം പവിത്രമായ ഒരു ദിനമാണ്. അത് സന്തോഷത്തിന്റെയും വളരെ പ്രത്യാശയുടെയും ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്നേഹവും സന്തോഷവും പങ്കുവെച്ച് മലബാറിലെ എല്ലാ വിശ്വാസികളും ഈ ഒരു ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അതിൽ സൂചിപ്പിച്ച പോലെ വിവിധ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വളരെ ആഘോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികളെല്ലാം. ഇന്നലെ വളരെ വൈകി രാത്രിയോട് കൂടിയാണ് വിശ്വാസികൾ പള്ളിയിൽ നിന്നും മടങ്ങിയത്. പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരുന്നു. വിശുദ്ധ വാരമാണ് കടന്നുപോയത്. ദുഃഖവെള്ളി, പ്രസവവ്യാഴം ഉൾപ്പെടെ വിശുദ്ധ ദിനങ്ങളാണ് കടന്നുപോയത്. ശേഷം വന്ന പ്രത്യാശയുടെ ദിനമായ ഈസ്റ്റർ എന്തായാലും മനോഹരമായി തന്നെ ആഘോഷിക്കുകയാണ് മലബാറിലെ വിശ്വാസികൾ. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മലബാറിലെ ഈസ്റ്റർ വിശേഷങ്ങളുമായി വർഷ ഗിരീഷായിരുന്നു. ഇനി കൊച്ചിയിലേക്കാണ്. മധ്യ കേരളത്തിൽ എന്തൊക്കെയാണ് ഈസ്റ്റർ ദിന വിശേഷങ്ങളെന്നൊക്കെ പറയാനായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ സി വിജയൻ, കൊച്ചിയിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്? പള്ളിയിലെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എല്ലാ പീഡനാനുഭവങ്ങൾക്കു പിന്നാലെയും സത്യം ഉയർത്തെഴുന്നേൽക്കും എന്ന വലിയ പ്രത്യാശയുടെ സന്ദേശം ഓതിക്കൊണ്ട് വീണ്ടും ഒരു ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. വലിയ ആഘോഷങ്ങൾ എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പള്ളികളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് ദിന പ്രത്യേക തിരുകർമ്മങ്ങളും നടന്നു. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സമാധാനമില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെന്നും സമാധാനത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നും റാഫേൽ തട്ടേൽ ഇന്നലെ പറഞ്ഞു. ഒപ്പം തന്നെ ആ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപതയുടെ സഹായ മെത്രാൻ ആന്റണി വാലുങ്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോ യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായുടെ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ അത് തർക്കമായിട്ട് നിൽക്കുന്ന കുറച്ച് പള്ളികളുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാതിരുന്നത് ഒരു നീതി നിഷേധമാണെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു. മറ്റൊന്നുള്ളത്, ഈസ്റ്ററോടനുബന്ധിച്ച് ഈ ആത്മീയ കാര്യങ്ങൾ ഒപ്പം പറഞ്ഞതുപോലെ തന്നെ വലിയ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് ആത്മീയ ആഘോഷങ്ങൾ ഒരു വശത്ത്, ഒപ്പം തന്നെ വീടുകളിൽ ബന്ധുക്കളൊക്കെ വന്നിട്ടുള്ള മറ്റൊരു സന്തോഷം കൂടി ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകതയായി മനോഹരവുമാക്കുന്നത് അത് തന്നെയാണ്. കോഴിക്കോട് കുരിക്കത്തൂരിൽ അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. വർഷ, ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത്. വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന വീട്ടിലാണ് പടക്ക നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടാവുകയും 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്നാണ് പോലീസ് വിശദമാക്കുന്നത്? സംഭവത്തിൽ കുന്നമംഗലം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. അനധികൃതമായി ഈ പടക്ക നിർമ്മാണം നടത്തിയതിനും 2 പേരുടെ മരണത്തിനിടയാക്കിയതിനുമാണ് ഈ 1-ാം പ്രതിയായിട്ടുള്ള വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിഷ്ണു 27 വയസ്സുള്ള വിഷ്ണു പരിക്കുകളോടെ ആശുപത്രിയിലാണ് ഇപ്പോൾ. ഇന്നലെ രാത്രിയായിരുന്നു ഈ നാടിനെ നടക്കുന്ന സംഭവം ഉണ്ടായത്. ഇതിൽ 2 പേരാണ് മരണപ്പെട്ടത്. രാഹുൽ എന്ന പേരുള്ള 2 പേരാണ് മരണപ്പെട്ടത്. 3 പേർ ചികിത്സയിലാണ്. വിഷ്ണുവിന്റെ ഭാര്യ സിമി, ഷിജിത്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ സിമി കോട്ടയം സ്വദേശിയാണ്. ഇവർ കുറച്ച് മുൻപാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. പക്ഷേ എന്ത് പറഞ്ഞാണ് വാടകയ്ക്കെടുത്തത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇതുപോലൊരു പടക്ക നിർമ്മാണം നടത്താനുള്ള യാതൊരുവിധ ലൈസൻസും ഇവർക്ക് നൽകിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളതും. സംഭവത്തിൽ എന്തായാലും നിലവിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം 2 പേർ മരണപ്പെട്ടത് വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു സംഭവ സ്ഥലത്ത് ഇന്നലെ നടന്നിട്ടുള്ളത്. കുരിക്കത്തൂർ പ്രദേശത്തെ തന്നെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. തൊട്ടടുത്തുള്ള പല വീടുകളിലേക്കും ഈ ഒരു മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ചിതറിയിരുന്നു. വീടിന് മറ്റു ചുറ്റുമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അപ്പം മനസ്സിലാക്കാം എത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് നടന്നതെന്നുള്ള കാര്യം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധനകൾ ഇന്ന് നടത്തും. ഇവിടെ പ്രധാനമായും ഓലപ്പടക്കങ്ങളാണ് നിർമ്മിച്ചിരുന്നത് എന്നാണ് ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി എന്തായിരുന്നു മറ്റു ഉപകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എന്തൊക്കെ തരം പടക്കങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്, എന്താണ് സ്ഫോടനത്തിന് കാരണമായത് എന്നുള്ളതെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി ഇന്ന് പോലീസ് കൂടുതൽ പരിശോധന നടത്തും.
അനിൽ, തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇനി കേരളം വിധിയെഴുതാൻ വെറും 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണം അങ്ങ് ചൂട് അതെ പിടിച്ചിരിക്കുകയാണ്. അതെ, ദേശീയ കൊണ്ടും നേതാക്കളൊക്കെ തന്നെ കൊടുത്തും ഒക്കെ തന്നെ എല്ലാവരും അങ്ങോട്ട് പ്രചാരണം ശക്തിയാർജിച്ചിരിക്കുകയാണ്. ദേശീയ നേതാക്കൾ എല്ലാം തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കേരളം ബൂത്തിലേക്ക്. ഇനി 4 മൈ ജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ പവേർഡ് ബൈ ബെർജർ പെയിന്റ്സ്, പെയിന്റ് യുവർ ഇമാജിനേഷൻ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ബെസ്റ്റ് വുഡ്, ക്വാളിറ്റിയിലും ബെസ്റ്റ്, ഫിനിഷിലും ബെസ്റ്റ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കോഴിക്കോടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൃശൂരിലും പ്രചാരണം നടത്തും. കണ്ണൂരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. LDF-നും UDF-നുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ന് നേതൃത്വം മറുപടി പറയും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ആഞ്ഞടിക്കുന്ന പ്രസംഗമാണ് ഇന്നലെ തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കൊള്ള നടന്നത്, അവരാണ് മറുപടി പറയേണ്ടത്. ഒപ്പം തന്നെ ഇതിന്റെ ചരടുകൾ നീളുന്നത് മറ്റു ചിലരിലേക്കാണ് എന്ന സന്ദേശം കൂടി, അത്തരമൊരു ആരോപണം കൂടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയത്. ഇന്ന് കണ്ണൂരിൽ സ്വന്തം ജില്ലയിൽ സ്വന്തം മണ്ഡലത്തിൽ പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി എന്തായാലും ഇരുവർക്കും, രാഹുലിനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഇന്ന് എന്ത് മറുപടി പറയും എന്നുള്ളതാണ് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ അനിൽ, അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ LDF-നെയും വിമർശിച്ചത്. LDF എന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇതിനെല്ലാം എതിരെ ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകുമെന്നാണ് കരുതുന്നത്. ഇന്ന് കണ്ണൂരിലെ ധർമ്മടത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അവിടെ തന്നെയായിരുന്നു പര്യടനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ പര്യടനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ എന്തായാലും പ്രചരണം ശക്തമാക്കുകയാണ്. ഈ പല മണ്ഡലങ്ങളിൽ പല ഇടങ്ങളിലും അദ്ദേഹത്തിന് പരിപാടികളുണ്ട്. അവിടെ എവിടെയെങ്കിലും എല്ലാം ഇക്കാര്യത്തിൽ കൂടുതൽ വിമർശനത്തിന് മറുപടി നൽകുമെന്നാണ് കരുതുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ പര്യടനം ഊർജ്ജമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഈ പര്യടനം നടത്തുമ്പോഴും പറഞ്ഞിരുന്നത് ഈ സർക്കാരിന്റെയും LDF മുന്നണിയുടെയും നേട്ടങ്ങളെ കുറിച്ചായിരുന്നു. ആ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മടത്തും അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പരിപാടികളിലെല്ലാം പ്രമുഖരായിട്ടുള്ള നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഈ ദിവസങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പര്യടനം തുടരുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രിക്കും എതിരെ ഉള്ള മറുപടിയെല്ലാം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പ്രചാരണങ്ങളെല്ലാം കടക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ മറ്റു വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ചേരുകയാണ്. ജിബിൻ, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത്? ഇന്നലെ മോദി എഫക്റ്റിൽ അണികളെല്ലാം തന്നെ ആവശ്യത്തിലായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി സംസ്ഥാനത്ത് 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടെയാണ് NDA ക്യാമ്പിനും അതുപോലെ UDF ക്യാമ്പിനും ആവേശം പകർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെത്തിയത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് BJPക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട LDF-നെതിരെ BJP ഒരു വാക്കുപോലും ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. പ്രധാനമന്ത്രി പോലും കേരളത്തിലെത്തിയ സമയത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ BJP കടന്നാക്രമിക്കുന്ന സമീപനാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നെത്തി. ഇതിനുള്ള മറുപടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട LDF-ഉം UDF-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ. അതായത് LDF ആണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയെങ്കിൽ ഇതിന്റെ ആസൂത്രണം അല്ലെങ്കിൽ ഇതിന്റെ ചരട് നീക്കങ്ങളൊക്കെ ആരംഭിച്ചത് UDF-ന്റെ കാലത്താണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ 2 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ, കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോ സമീപകാലത്തൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റോഡ് ഷോയായി മാറുകയായിരുന്നു. ഏകദേശം 50
50,000-ഓളം ആളുകളെ എത്തിക്കുമെന്നാണ് BJP ജില്ലാ കമ്മിറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ഏകദേശം 50,000-ഓളം ആൾക്കാരെ അവർക്ക് തിരുവനന്തപുരത്ത് നടന്ന റോഡ് ഷോയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ BJP-യുടെ ഒരു വിജയമായി കണക്കാക്കപ്പെടുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ പല കേന്ദ്ര ഏജൻസികളും പല പ്രതിപക്ഷ നേതാക്കളെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേട്ടയാടുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെയും ഒരു കേസിൽ പോലും ചോദ്യം ചെയ്യാൻ ഒരു കേന്ദ്ര ഏജൻസി പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളും ഇപ്പോൾ ED-യുടെ പക്കലുണ്ട്. ഈ കേസുകളിലൊന്നും തന്നെ ചോദ്യം ചെയ്യലോ തുടർ നടപടികളോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. ഇതിനുള്ള മറുപടിയും വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എന്തായാലും ഇന്ന് ഈ കാര്യങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടിയാണ് പറയുന്നതെന്നാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല CPM-ന്റെ കൂടി ഇന്ന് CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബി കൂടി തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, വാമനപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടി ഇന്ന് MA ബേബി ഇത് എത്തുന്നുണ്ട്. അങ്ങനെ ഈ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീൽ ആരോപണത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കും മറ്റ് വിവാദങ്ങളിലേക്കും അതുപോലെ വയനാട് ഫണ്ട് വിവാദങ്ങളിലേക്കും ഒക്കെ എത്തി നിൽക്കണം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വെറും 4 ദിവസം മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കുള്ളത്. അത് പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രമാണ് ബാക്കി. ആ സമയത്തും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തന്നെ സജീവമായി തുടരുകയാണ്. അനിൽ സൂര്യ. ജിബിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞതുപോലെ തന്നെ മോദിയുടെ റോഡ് ഷോ, സ്വർണ്ണക്കൊള്ള, ഒപ്പം തന്നെ ഡീല്, SDPI, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തെ ഏറ്റവും ചൂടുപിടിപ്പിച്ചുള്ള വിവാദങ്ങളാൽ സംഭവബഹലമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പുരോഗമിക്കുന്നത്. അതിന്റെ ഒരു കൊട്ടിക്കലാശം ഇനി എങ്ങനെയുണ്ട് എന്നുകൂടിയാണ് അറിയാനുള്ളത്. 2 ദിവസം മാത്രമേ ബാക്കി. ആ 2 ദിവസത്തിൽ ഒന്നുകൂടി കടുപ്പിക്കുന്ന ആരോപണങ്ങൾ, വയനാട് ഫണ്ടിന്റെ കാര്യം വിട്ടുപോയതല്ല, അതും കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി മറുപടികൾ, പ്രതികരണങ്ങൾ കൂടി ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇനി മധ്യ കേരളത്തിലേക്കാണ്. മധ്യ കേരളത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് എത്തുന്നുണ്ട്. രാഹുലിന്റെ പ്രചാരണം ഇന്ന് തൃശ്ശൂരിലാണ്. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടുക്കിയിലും എത്തുന്നുണ്ട്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്, വിപിൻ തന്നെയാണ് അവിടെ എത്തി മോദിയുടെ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്തത്. വലിയ രീതിയിലുള്ള ആവേശമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ BJP പ്രതീക്ഷ വെക്കുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസും വലിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. ഒരു കാലത്ത് അവരുടെ ഏറ്റവും ശക്തമായിരുന്ന ഒരു ജില്ലയായിരുന്നു. പിന്നീട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി നേരിട്ടു. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എന്തായാലും വലിയൊരു ആവേശമായിരിക്കും. അപ്പം തന്നെ ഇടുക്കിയിൽ രാഹുൽ ഇന്നലെ വന്നുപോയതേ ഉള്ളൂ. പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ കൂടി എത്തുകയാണ്. തീർച്ചയായിട്ടും അനിൽ, UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കൂടുതലായും മധ്യ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി എറണാകുളത്തുണ്ടായിരുന്നു. എറണാകുളത്തെ വിവിധ പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത് അത് സ്വർണ്ണക്കൊള്ള തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. അതിൽ പറയുന്നത് മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാടിനെ മാറ്റുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന്റെ കയ്യിലെ കളിപ്പാവയായി എന്നുവരെ രാഹുൽ ഗാന്ധി പറയുന്നു. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അതിവിടെ BJP-യും CPM-ഉം തമ്മിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വിവിധ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ കണ്ട ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. കാരണം കേന്ദ്രത്തെ മാത്രമല്ല, കേരളത്തിൽ എങ്ങനെയൊക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു, അതൊരു കൂട്ടു ഉത്തരവാദിത്തമാണ്, ഒരു പാർട്ട്ണർഷിപ്പ് അവർ നടത്തുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള സംസാരം വരുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് UDF-ന്റെ കോട്ട എന്നൊക്കെ പറയാവുന്ന തൃശ്ശൂർ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് BJP-യാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി A-ക്ലാസ് മണ്ഡലമായി കരുതി അവിടെ എത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന് എന്ത് മറുപടി തൃശ്ശൂരിൽ രാഹുൽ ഗാന്ധി പറയും എന്നുള്ളതും നോക്കേണ്ട ഒരു കാര്യമാണ്. തൊടുപുഴയിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്നത്. തൊടുപുഴയിലും അവർ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇന്നിപ്പോൾ 2020-യുടെ മണ്ഡലം അവർക്ക് സ്വാധീനമുള്ള കുന്നത്ത് നാടിൽ അമിത്ഷാ കൂടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുന്നു. അവരുടെ പ്രചാരണ തന്ത്രങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. ഇനിയുള്ള 2 ദിവസങ്ങളിൽ പരമാവധി നേതാക്കളെ എത്തുകയും ഉന്നയിക്കുന്ന വിഷയങ്ങൾ കുറച്ചുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സംഭരിക്കാനുള്ള ഒരു ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കളരിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ച. അനിൽ.
ഉത്തർപ്രദേശിൽ IS ഭീകരൻ അറസ്റ്റിൽ. റിസ്വാൻ അഹമ്മദാണ് പിടിയിലായത്. ഇന്ത്യയിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇയാൾക്ക് പങ്കെന്ന് പോലീസ് പറയുന്നു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദാണ് വിശദാംശങ്ങൾ ചേർന്നത്. അരവിന്ദ്, ഉത്തർപ്രദേശിൽ ഒരു IS ഭീകരൻ അറസ്റ്റിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അനിൽ, ഉത്തർപ്രദേശ് ATSഉം അതുപോലെ തന്നെ ഡൽഹി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഈ IS ഭീകരൻ പിടിയിലാകുന്നത്. റിസ്വാൻ അഹമ്മദിനെ ഉത്തർപ്രദേശിലെ കുഷി നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാളെ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്നത് 2015 മുതൽ തന്നെ ISുമായി അടുത്ത ബന്ധം ഇത്തരത്തിൽ റിസ്വാൻ അഹമ്മദിനുണ്ടായിരുന്നു. രാജ്യത്തെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയായിരുന്നു. ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ പല വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ അടക്കം ഭീകരവാദത്തിലേക്ക് എത്തിക്കുകയാണ് റിസ്വാൻ അഹമ്മദ് ചെയ്തത്. റിസ്വാൻ അഹമ്മദിനെ ചോദ്യം ചെയ്തതിലൂടെ ഇതിലെ വലിയൊരു ശൃംഖല തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഡൽഹി പോലീസും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ATSഉം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2015 ഒരിക്കൽ പോലീസ് റിസ്വാൻ അഹമ്മദിനെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ കാലം ജയിലിലായിരുന്നെങ്കിലും പിന്നീട് മോചിതനാകുകയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് ബോംബ് ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് രേഖകളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 4 പേരെ ഇത്തരത്തിൽ ഒരു ഭീകര സംഘത്തെ ഉത്തർപ്രദേശ് ATS അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ റിസ്വാൻ അഹമ്മദ് കൂടി അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയും അതുപോലെ തന്നെ കൂടുതൽ പേരെ ഉടൻ തന്നെ പിടികൂടുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അനിൽ, സൂര്യ. ശരി, ഡൽഹിയിൽ നിന്ന് PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഉത്തർപ്രദേശിൽ ഒരു IS ഭീകരബന്ധമുള്ള ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. ഇന്ത്യയിൽ യുവാക്കളെ തീവ്രവാദത്തിൽ എത്തിക്കുന്നതിലേക്ക് മുഖ്യ പങ്കുവഹിച്ച ഒരു കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി നേരെ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്ത് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. രഞ്ജിത്തിനെ ഇന്ന് കാരവനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. 2 കാരവനുകൾ ആണ് പോലീസ് പിടിച്ചെടുത്തത്. രഞ്ജിത്തിന്റെ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് അവസാനിക്കും. വിപിൻ C വിജയൻ ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ, 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ പോലീസിന് വിട്ടു നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരവനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ്. തുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ കിട്ടേണ്ടത് ഈ കാരവനിൽ നിന്നാണ്. അതെ അനിൽ, നാളെ വൈകിട്ട് വരെയാണ് സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്ത് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. അപ്പൊ ഇനി ഏറ്റവും പ്രധാനമായത് തെളിവെടുപ്പാണ്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2 വാഹനങ്ങൾ, അതായത് 2 കാരവനുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിലെത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് ഇന്നുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു പക്ഷേ ആ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യും. കാരവനിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ലൈംഗികമായി അതിക്രമത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ യുവനടിയുടെ പരാതിയുള്ളത്. ആ പരാതിയിലാണ് അറസ്റ്റിലാവുകയും പിന്നീട് ഇപ്പോൾ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും, അതായത് നാളെ വൈകിട്ട് പോലീസ് കസ്റ്റഡി അവസാനിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. അന്ന് തന്നെ, ഈ അറസ്റ്റിലായ ദിവസം തന്നെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് കോടതി നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ നാളത്തെ ഈ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പ് നടക്കും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ വാദമുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത എടുത്തുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ളത് പോലീസ് വൃത്തങ്ങളും വ്യക്തമാക്കുകയാണ്. അനിൽ, സുരക്ഷ, ഇനി നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് സെഗ്മെന്റുകളിലേക്കാണ്. ഇത്തവണ 24 നിരവധി സെഗ്മെന്റുകൾ ഒക്കെ തന്നെ പ്രേക്ഷകർക്കായി നൽകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഇലക്ഷൻ ഡയറി. അനിൽ, നമ്മളിപ്പോൾ പിന്നെ പോകുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ വിശേഷങ്ങളിലേക്കാണ്. പേരാമ്പ്ര ഇത്തവണ കുറച്ച് കടുത്ത പോരാട്ടമാണ്. LDFന്റെ കോട്ടയാണ്. പക്ഷേ വിവാദങ്ങളാൽ നിറയുകയാണ് പേരാമ്പ്ര ഉള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. തീപാറും പോരാട്ടമാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത്. ഉറച്ച സീറ്റെന്ന് LDF കരുതുന്ന പേരാമ്പ്ര ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് UDFന്റെ വിശ്വാസം. മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് BJPയും കരുതുന്നു. വികസനത്തിനും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യുന്ന മണ്ഡലം ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. കോഴിക്കോട് ജില്ലയിലെ CPMന്റെ ഉരുക്കുകോട്ടയാണ് പേരാമ്പ്ര. ഉറച്ച സീറ്റെന്ന് CPM കരുതുന്ന മണ്ഡലം. ആ ചുവപ്പ് കോട്ട തകർക്കാൻ ഇത്തവണ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് UDFും BJPയും. 1957 മണ്ഡലം രൂപീകരിച്ചത് മുതൽ 2 തവണയൊഴിച്ചാൽ ഇടതിന്റെ കുത്തകയാണ് പേരാമ്പ്ര.
1970 മുൻ മന്ത്രി ഡോക്ടർ KG അടിയോടിയും പിന്നീട് KC ജോസഫും മാത്രമാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF MLA-മാർ. 1980 മുതൽ മണ്ഡലം പൂർണ്ണമായി ചുവന്നു. LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ മണ്ഡലത്തിൽ 4ാം അംഗത്തിനിറങ്ങുമ്പോൾ ഇടതിന്റെ ആത്മവിശ്വാസം ചെറുതല്ല. തൊഴിലാളി നേതാവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവുമായ TPയുടെ പരിചയസമ്പന്നതയാണ് LDFന്റെ മുതൽക്കൂട്ട്. ഇവിടെയുള്ള ജനങ്ങൾ എന്നെ അറിയാം, അവർ സഹകരിക്കും. അവരെല്ലാം വീടുകൾ സ്ക്വാഡുകൾ, തെരഞ്ഞെടുപ്പിൻ്റെ സ്ക്വാഡുകളെല്ലാം വീടുകൾ സന്ദർശിക്കുന്നുണ്ട്, അവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു വേർതിരിവില്ല, ഒന്നിച്ച് കാര്യങ്ങൾ നടത്തിപ്പോകും. MSFിലൂടെ വളർന്നു വന്ന യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹ്ലിയാണ് UDF സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി മികച്ച വിജയം നേടിയ ഫാത്തിമയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് UDF പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000-ലധികം വോട്ടിന്റെ ലീഡ് ഷാഫി പറമ്പിലിന് പേരാമ്പ്ര മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു. വർഷങ്ങളായി LDF കൈവശം വെച്ചിരുന്ന പഞ്ചായത്തുകൾ UDF ഇത്തവണ പിടിച്ചെടുത്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും UDF സ്വന്തമാക്കി. മണ്ഡലത്തിലെ ഈ മാറ്റങ്ങളിലാണ് UDFന്റെ പ്രതീക്ഷ. ഞങ്ങൾ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ ഞങ്ങളെ മണ്ഡലമാണ്. അത് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കഴിഞ്ഞ MLA എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ആളുകളിലേക്ക് എത്തിയോ എത്തിയില്ലേ, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്ത് പൊളിറ്റിക്കലായിട്ട് സംസാരിച്ചുകൊണ്ട് കടന്നു പോവുക ചെയ്യുന്നത്. NDAയിൽ BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി M മോഹനനാണ് മത്സരത്തിനിറങ്ങുന്നത്. താലൂക്ക് അടക്കം ഇനിയും നടപ്പിലാക്കാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NDAയുടെ പ്രചരണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മലയോര മേഖല കേന്ദ്രീകരിച്ച് പേരാമ്പ്ര താലൂക്ക് വേണം എന്നുള്ളത്. താലൂക്ക് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം ശ്രമം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്, ചുരമില്ലാത്ത റോഡ് കരുണാകരൻ്റെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് തറക്കല്ലിട്ടതാണ്. പക്ഷെ അതിനുശേഷം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല പേരാമ്പ്ര മണ്ഡലത്തിന് ഏറ്റവും നല്ല സൗകര്യം കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു, അത് നടന്നിട്ടില്ല. പോരാട്ടങ്ങളുടെ മണ്ഡലമാണ് എന്നും പേരാമ്പ്ര. മണ്ണിന് വേണ്ടിയുള്ള ഒട്ടേറെ കർഷക സമരങ്ങൾ നടന്ന ഇടം, ദേശീയ പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ മുഴങ്ങുന്ന ഭൂമി. ആ പോരാട്ട ഭൂമിയിൽ ഇത്തവണ ആരായിരിക്കും വിജയക്കൊടി പാറിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ LDFനെതിരെ ഉയർന്നു വന്ന വിദ്വേഷ അനൗൺസ്മെന്റ് പരാതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസും, UDFനെതിരെ ഉയർന്നു വന്ന മതം പറഞ്ഞു വോട്ട് ചോദിക്കുന്നു എന്ന പരാതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസുമെല്ലാം ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്നതാണ് ഇവിടെ കൗതുകം. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ഏതായാലും പേരാമ്പ്രയെ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇനി 24ന്റെ മറ്റൊരു ഇലക്ഷൻ സെഗ്മെന്റിലേക്കാണ്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. പാലക്കാടൻ ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകളും വള്ളുവനാട്ടെ രുചിയും അറിഞ്ഞാണ് മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര. കാണാം ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം. ബൽറാം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ദാ ഇങ്ങനെ പാലക്കാട് എത്തി. നമ്മൾ മണ്ണാർക്കാടിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഒന്ന് ക്ഷീണിച്ചോ? അതെ വിനിത, നമ്മളിപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടു. ക്ഷീണം നമ്മൾ ക്ഷീണിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നമുക്കിനി ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ക്ഷീണം, അത് മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ യാത്ര ഈ ഒരു പുതിയ പഴയ വണ്ടിയിലാണ്. ഈ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ വരുമ്പോഴേക്ക് തന്നെ ഇതൊരു 92 മോഡൽ വണ്ടിയാണ്. ഞാൻ ഈ യാത്ര തുടരുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി പറഞ്ഞപ്പം അമ്മാവൻ്റെ വണ്ടി അറേഞ്ച് ചെയ്യായിരുന്നു. വണ്ടി ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, വണ്ടി ഓക്കെ. അതെ, ഈ വണ്ടിയിലാവട്ടെ ഇനിയുള്ള യാത്ര. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇലക്ഷൻ? എങ്ങനെയുണ്ട്? ഇലക്ഷൻ നല്ല ചൂടാണ്. മൊത്തത്തിൽ പ്രകൃതി നല്ല ചൂടാണ്, അതുപോലെ തന്നെ ഇലക്ഷനും നല്ല ചൂടിലാണ്. വർഷങ്ങളായിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെയായിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്നത് വിശ്വംഭരേട്ടനാണ്. വിശ്വംഭരേട്ടൻ വലിയൊരു കഥയാണ് അല്ലേ മണ്ണാർക്കാടിലേക്ക് എത്തുന്നത്. 4-5 പതിറ്റാണ്ട് മുമ്പ് ഒരു ബൈക്കിൽ എത്തുക. മണ്ണാർക്കാട് ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. അതെ, 2 വീലർ വർക്ക്ഷോപ്പ് ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ചൂട്? ഇലക്ഷൻ നല്ല ചൂടാണ്. മണ്ണാർക്കാട് ചൂട് പറയണ്ടല്ലോ. ഇപ്പോഴത്തെ ചൂട് നല്ല ചൂട് തന്നെയാണ്. ആർക്കും എന്തും സംഭവിക്കാം. ഇവിടെ കുറെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്?
വളരെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥി നമ്മുടെ അബൂബക്കർക്കാണ് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കഞ്ഞി വോട്ടാണ്. കഞ്ഞി വോട്ട് LDF എന്നാണ് പറയുന്നത്. അതെ, എങ്ങനെയുണ്ട് മണ്ണാർക്കാട് ഒരു ഇലക്ഷന്റെ ട്രെൻഡ്? ഇലക്ഷൻ ഇപ്രാവശ്യം വളരെ പോസിറ്റീവായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത്. 15 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലയളവാണ്. ഈ 15 വർഷത്തിൽ ഒരു MLA എന്ത് നാടിന് വേണ്ടി ചെയ്തു എന്നുള്ളത് പറയാൻ അവർക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് കാര്യം, വികസനത്തിന് വോട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ്? സംസദിക്ക ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ബക്രാക്ക് ഒരു മുൻതൂക്കമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? എങ്ങനെയുണ്ട്? വേനൽ ചൂടിനെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും വളരെ കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് വരണമെങ്കിൽ ഇടതുപക്ഷം വരണം തന്നെയാണ് പ്രതീക്ഷ. കുറെ പേര് ഇവിടെ ഉണ്ട്. ഇലക്ഷന്റെ ഒരു ചൂടിലാണ്, നാട്ടിൽ മൊത്തം പ്രചരണമൊക്കെ നടന്നു വരുന്നു. എങ്ങനെയാണ് ഒരു ഇത്തവണ ഇലക്ഷന്റെ ഒരു ട്രെൻഡ് മണ്ണാർക്കാട്? കുഴപ്പമില്ല, എനിക്ക് കാറ്റ് എങ്ങോട്ടാ? മണ്ണാർക്കാടല്ലേ, മണ്ണാർക്കാട് നിന്ന് ഒരാൾ വരട്ടെ എന്നാണ്. തൊഴിൽ, യുവാക്കളുടെ മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളത് തന്നെയാണ് മണ്ണാർക്കാട്ടെയും ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മളിതാ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് നിന്ന് നമ്മുടെ അമ്മാമ്മയുടെ വണ്ടിയിൽ യാത്ര തുടരുകയാണ്. ഗിയർ ഇതുവരെ ഇടതുവശത്തുണ്ടായിരുന്നു, വലതുവശത്തേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം ഹരിപ്പാട് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും മികച്ച ഓഫറുകളും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, ഗ്ലാസ് ക്രോക്കറി, ഓട്ടോമേഷൻ സിസ്റ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഹരിപ്പാട് ടൗൺ ഹാളിന് സമീപത്തെ പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂമിലുള്ളത്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം 10 ലക്ഷത്തിന്റെ വിഷു ബമ്പർ സമ്മാനങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കുണ്ട്. മൈജി ഫാമിലിയുമായി ചേർന്നു നിൽക്കുന്നതിൽ അഭിമാനവും സന്തോഷവുമെന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്ത മഞ്ജു വാര്യർ. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഹോം അപ്ലയൻസസും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ക്രോക്കറിയും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരേ ഒരു കുടക്കീഴിൽ തന്നെ ഇവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ളതും, പിന്നെ ഇവിടുത്തെ സർവീസും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സർവീസിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ മണിക്കൂറിലും തിരഞ്ഞെടുത്ത 2 ഭാഗ്യശാലികൾക്ക് TV, പാർട്ടി സ്പീക്കർ, ഗ്യാസ് സ്റ്റൗ, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ സമ്മാനങ്ങൾ മൈജി നൽകും. വിഷു ബമ്പർ ഏകദേശം 10 കോടി വില മതിക്കുന്ന ഡിസ്കൗണ്ടും സമ്മാനങ്ങളാണ് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഈ ഷോറൂം സന്ദർശിക്കണം. വിവിധ പ്രൊഡക്റ്റുകളുടെ, മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അക്സസറീസ്, അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ക്രോക്കറി, സ്മോൾ അപ്ലയൻസ്, അങ്ങനെ ഒരു നീണ്ട പ്രൊഡക്റ്റ് നിര തന്നെ നമുക്കിവിടെയുണ്ട്. മൈജി സൂപ്പർ EMI, മൈജി എക്സ്ട്രാ വാറണ്ടി, മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ, മൈജി എക്സ്ചേഞ്ച് ഓഫർ, മൈജി കെയർ എന്നിങ്ങനെ മൈജി നൽകുന്ന എല്ലാ വിൽപ്പനാനന്തര സേവനങ്ങളും ഹരിപ്പാട് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ലഭ്യമാണ്. 24 ആലപ്പുഴ. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ വിവാദം ശക്തമാകവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ കുച്ച് ബെഹാറിൽ മോദി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസിനെതിരെയും മമതാ ബാനർജിക്കെതിരെയും ശക്തമായ വിമർശനം പ്രധാനമന്ത്രി ഉയർത്തും. അതിനിടെ മാൾഡയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് NIA ചേർച്ചിരിക്കുകയാണ്. NIA PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. AIMIM നേതാവാണ് ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ, അദ്ദേഹമാണ് പിടിയിലായിരിക്കുന്നത് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിന് പിന്നിൽ തൃണമൂൽ എന്ന BJPയും, എന്നാൽ ഈ AIM BJPയുടെ B ടീം എന്നാണ് മമതയും ആരോപിക്കുന്നത്. അതിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ തുടരവെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലേക്ക് എത്തുന്നത്. ബംഗാളിൽ BJPയുടെ പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. കൂച്ച് ബിഹാറിൽ അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശക്തമായ വിമർശനം ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അവസാനമായി മാർച്ച് 14 പ്രധാനമന്ത്രി ബംഗാളിലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി എത്തുകയാണ്. പക്ഷേ ഏറെ പ്രധാനം ഇപ്പോൾ നമുക്കറിയാം, ബംഗാളിൽ ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്
നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തുടരുകയാണ്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നു. കാരണം ഇതിന് പിന്നിൽ BJPയും AMM അത് ആണെന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു. കാരണം AMM നേതാവാണ് ഇതിൽ പ്രധാനമായും അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. NIA അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു. അതോടൊപ്പം തന്നെ ബംഗാൾ പോലീസിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. എന്തായാലും ശക്തമായ അന്വേഷണം തന്നെയാണ് NIA നടത്തുന്നത്. NIA സ്ഥലത്തെത്തുകയും വിവരശേഖരണങ്ങൾ അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് NIAയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഇപ്പോൾ NIA ശേഖരിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 1-ന്, അതായത് ഈ പ്രതിഷേധം നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ സംഭവങ്ങൾ നടന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാൻ CCTV ദൃശ്യങ്ങൾ അനിവാര്യമെന്ന് തന്നെയാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടെ തന്നെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് തന്നെ NIA വിവരശേഖരണം നടത്തി. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് NIA സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നതാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കൃത്യമായ ആസൂത്രണം ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി കൂടി ഇന്ന് കൂച്ച് ബിഹാറിൽ എത്തുമ്പോൾ വിവാദങ്ങൾ അത് ഒരു പടി കൂടി മുകളിലേക്ക് വരും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെ പശ്ചിമേഷ്യയിൽ ആശങ്ക കനക്കുന്നു. ഇറാന്റെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സ്ഫോടന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. കുവൈറ്റിൽ ഇറാൻ ആക്രമണമുണ്ടായി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, കുവൈറ്റിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. ബഹ്റൈനിൽ ഒരു തവണ അലാം അടിക്കുകയും ചെയ്തു. പക്ഷേ പരിക്കുകളില്ല. ആക്രമണമുണ്ട്, നാശനഷ്ടങ്ങളുണ്ട്. പക്ഷേ പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. അനിൽ, ഇത്തരത്തിൽ രാവിലെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് ആക്രമണം കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ബഹ്റൈനിൽ 2 തവണ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അത്തരത്തിൽ നടക്കുന്നതാണ്. സാധാരണഗതിയിൽ 3 തവണയാണ് ആക്രമണം ഉണ്ടാവുക. ഇന്നിതുവരെ എന്തായാലും 2 തവണയാണ് ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ കുവൈറ്റിലും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി എന്തായാലും സൗദി അറേബ്യയിൽ കാര്യമായിട്ടുള്ള ആക്രമണ ശ്രമം ഉണ്ടായിട്ടില്ല. ഒരു ത്രെറ്റ് ഉണ്ടാകുന്ന തരത്തിൽ, വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലൊന്നും സൗദി അറേബ്യയിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഒപ്പം തന്നെ ഖത്തറിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആക്രമണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. UAEയിൽ ഈ ആക്രമണം ഉണ്ടായതിൻ്റെതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇന്നലെ ആകെ 10-ലധികം പേർക്ക് ഇന്നലെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അത് പല സമയങ്ങളിലായി ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു ഉച്ചവരെ. അപ്പോൾ അതിനിടയിൽ ഉണ്ടായ ആക്രമണത്തിലുള്ള പരിക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇറാന്റെ സൈനിക നേതാക്കളെയൊക്കെ വധിച്ചു എന്നുള്ളൊരു അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സ്ഫോടന ദൃശ്യങ്ങളൊക്കെയും പങ്കുവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇറാനെ മോശമായും ഒപ്പം തന്നെ വിവേകശൂന്യമായും നയിച്ച നിരവധി സൈനിക നേതാക്കളെയും മറ്റു പലരെയും ഒക്കെ ടെഹ്റാനിൽ നടന്ന ആക്രമണത്തോടുകൂടി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാനായി അമേരിക്ക നൽകിയ അന്ത്യശാസനം അത് ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ കഴിയുകയാണ്. അപ്പോൾ ഇറാൻ ഏതു തരത്തിലാകും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കയുടെ ആവശ്യത്തിന് വഴങ്ങുക എന്നുള്ള ഒന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അപ്പോൾ ഏതു തരത്തിലാകും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തിരിച്ചടിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം പ്രധാനപ്പെട്ട ഈ ആണവോർജ കേന്ദ്രങ്ങളിലും ഇറാന്റെ കീ പോയിന്റുകളിൽ പലതിലും ആക്രമിക്കാനായി ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്നും അതിന് അമേരിക്കയുടെ ഒരു അനുമതി തേടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയും രാവിലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ആക്രമണത്തിന്റെ എണ്ണത്തിൽ ആകെ പല സ്ഥലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. അനിൽ, ശരി. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റിൽ വീണ്ടും ആക്രമണം തുടരുകയാണ് ഇറാൻ. സമാധാനം ഇനിയും അകലെയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് രാവിലെ മുതൽ തന്നെ വരുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ ഏക വനിതാ അംഗമായി ജസ്റ്റിസ് BV നാഗരത്ന. കഴിഞ്ഞ ദിവസമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത്. ഏപ്രിൽ 7-നാണ് വാദം കേൾക്കൽ ആരംഭിക്കുന്നത്. ഏപ്രിൽ 7, 8, 9 തീയതികളിൽ ശബരിമല യുവതീ പ്രവേശനം എതിർക്കുന്നവരുടെ വാദവും
ഏപ്രിൽ 14, 15, 16 തീയതികളിലായി യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നവരുടെ വാദവുമാണ് നടക്കുക. യുവതീ പ്രവേശനത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് മതപണ്ഡിതരും സാമൂഹിക പരിഷ്കർത്താക്കളും അടങ്ങുന്ന സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം യുവതീ പ്രവേശനത്തെ എതിർത്തിരുന്നു. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.